സാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. സ്നേഹസീമ എന്ന ചിത്രത്തിൽ അമ്മയുടെ അച്ഛനായിട്ടാണ് അഭിനയിച്ചത്. എന്നാൽ അമ്മയോടൊപ്പം അച്ഛനായി അഭിനയിച്ച വേറൊരാൾ കൂടെയുണ്ട് വേറൊരു പടത്തിൽ. നോക്കത്താ ദൂരത്തിൽ പള്ളിയിൽ അച്ഛനായി അമ്മയോടൊപ്പം അഭിനയിച്ച. പള്ളിയിൽ അച്ഛനായിട്ട്? എൻ്റെ അച്ഛനായിട്ട് അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞു. ഒന്ന് അച്ഛനായിട്ടാണെങ്കിൽ മറ്റൊന്ന് അച്ഛനായിട്ടാണ്. അച്ഛനായി അഭിനയിച്ച നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ മലയാളത്തിൻ്റെ മഹാനായ നടൻ ശ്രീ നെടുമുടി വേണുചേട്ടനെ ഞാൻ ബഹുമാനപൂർവ്വം ഈ വേദിയിലേക്ക് ആനയിച്ചു കൊള്ളട്ടെ. അമ്മയുടെ മാത്രമല്ല, ഞങ്ങൾ ഒരുപാട് പേരുടെ ഫേവറേറ്റ് നടനാണ് വേണുചേട്ടൻ. ഏത് ക്യാരക്ടറും അതേ എത്ര ഡിഫറെന്റ് ക്യാരക്ടർ ആക്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം അതെ, ജീവിക്കും, ക്യാരക്ടറായിട്ടേ മാറും. ഇപ്പൊ ഈ അച്ഛനെ പറ്റി തന്നെ പറയാം. എനിക്ക് വേണം വേണുചേട്ടൻ 10-15 അച്ഛന്മാർ അഭിനയിച്ച പോരാ, അത് കൂടുതലുണ്ടാവും. എൻ്റെ കൂടെ എല്ലാം ഡിഫറെന്റ്. അതെ, ഈ നോക്കത്താ ദൂരത്ത് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്താണ് വേണുചേട്ടൻ ആദ്യം കാണുന്നത്. അതെ 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 അല്ല, ഇപ്പോൾ ചേച്ചിയെ ഒരു കൂടെ അഭിനയിക്കുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കല്ലല്ലോ നമ്മൾ കാണേണ്ടത്. നമ്മുടെ തലമുറ കാണേണ്ടത് ഈ ഞാൻ കുട്ടനാടാണല്ലോ എൻ്റെ ജന്മസ്ഥലം. അപ്പോൾ സിനിമ എന്നൊക്കെ പറയുന്നത് കാണാൻ പോലും അവസരങ്ങളില്ലാത്ത സമയത്താണ് ചേച്ചിയൊക്കെ സിനിമയിൽ വെല്ലിക്കൊടി പാറിച്ച് നടക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴെങ്കിലും സിനിമ വരുമെന്നോ അങ്ങനൊന്നും ഒരിക്കലും സ്വപ്നം പോലും കണ്ടിട്ടില്ല. സിനിമ കാണാൻ തന്നെ വല്ലപ്പോഴും അവസരം കിട്ടുള്ളൂ, അങ്ങനെയുള്ള കാലഘട്ടത്തിലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ മലയാളത്തിൻ്റെ പേര്, കേരളത്തിൻ്റെ പേര് പുറത്തറിയിച്ച ഒരുപാട് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്, കലാകാരന്മാരുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിലും ഈ നൃത്തം എന്ന് പറയുന്ന ഒരു കലാരൂപം, അത് പൊതുവേ നമ്മൾ ഈ ഭരതനാട്യം പോലെയുള്ള കലാരൂപങ്ങളൊക്കെ ഈ തമിഴരുടെ ഒരു കുത്തകയായിട്ടാണ് പഴയ കാലത്ത് വെച്ചിരുന്നത്. ഭരതനാട്യം ആയാലും ശരി, നാഗസ്വരം പോലുള്ള കർണാടക സംഗീതം പൊതുവെ അങ്ങനെയാണ്. അക്കാലത്താണ് ഈ തിരുവിതാംകൂർ സഹോദരിമാർ എന്ന് പറഞ്ഞിട്ട് 3 പേര് പോയി ഇന്ത്യ മുഴുവൻ വെട്ടിപ്പിടിക്കുന്നത്. അവർ 3 പേരും കേരളത്തിൽ. അപ്പോൾ നമ്മൾ അന്ന് തന്നെ ഇത് കേട്ടറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരുപാട് കഥകളിങ്ങനെ ഇവരെ പറ്റി കേൾക്കാറുണ്ട് നമ്മൾ. എന്നുവെച്ചാൽ നല്ല ആചാരവാഹുക്കളായ സഹോദരന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ എവിടെയോ പരിപാടി കഴിഞ്ഞ് വരുമ്പോൾ ഇവരെ 3 പേരെയും കിഡ്നാപ്പ് ചെയ്യാനായിട്ട് ആരോ വരുന്നു. ഉടനെ ഇവർ 3 പേരും ഇറങ്ങി 10-100 ആളുകളെ അടിച്ച് പാലത്തിൽ നിന്ന് വെള്ളത്തിലിടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയ വീരസാഹസിക കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ടൊരു രാജ പരിവേഷമാണ് ശരിക്കും ഈ 3 പേർക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം വളരെ ഒരു പ്രസക്തമായൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഭരതനാട്യം പഠിച്ചിട്ടുണ്ട്, ഒരുമാതിരിപ്പെട്ട ഈ നൃത്തരൂപങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഈ ജനസാമാന്യങ്ങൾക്ക് പ്രിയങ്കരമായ ഒരു കലാരൂപം ഒരു നൃത്തം രൂപപ്പെടുത്തി വന്നത് ഗുരു ഗോപിനാഥിൻ്റെ ശിക്ഷണത്തിലാണ്. അതെ. അപ്പം ഗുരു ഗോപിനാഥ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തൊട്ട് അടുത്ത കരയാണ്, ചമ്പക്കുളമാണ്. ചമ്പക്കുളവും നെടുമ്പിടിയും ഒരു പുഴയുടെ അക്കരയും ഇക്കരയുമുള്ള സ്ഥലങ്ങളാണ്. ഇപ്പം ഭഗവത്ഗീത പോലെയുള്ള ഗീതോപദേശം അതൊക്കെ വളരെ പ്രസിദ്ധമായിരുന്നു അന്നത്. അതൊന്നും കേട്ടിട്ടില്ല, അതൊക്കെ ഈ വായിച്ചറിഞ്ഞതും പടങ്ങൾ കണ്ടിട്ടുള്ളതാ. ചമ്മട്ടിയും അർജുനൻ ആയിട്ടും കൃഷ്ണനായിട്ടല്ലേ ചേച്ചി, അർജുനൻ. ലളിത ചേച്ചി ഉണ്ടായിരുന്നല്ലോ, അംബിക ചെയ്തിട്ടുണ്ട്. അല്ല, നേരത്തെ വേണിച്ചേട്ടൻ പറഞ്ഞല്ലോ ഇപ്പം നൃത്തരൂപത്തിൽ ഇന്ത്യ ഒട്ടാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ശ്രദ്ധിക്കപ്പെടാം. ഇത് അതോടൊപ്പം തന്നെ അഭിനയകലയിലും അതിങ്ങനെ രണ്ട് പാരൽ അങ്ങനെ കൊണ്ടുപോകുന്ന വേറൊരാളെ നമുക്ക് പറയാനില്ല. വേറൊരാളെ പറയാനില്ല. അങ്ങനെ ശിവാജി ഗണേശൻ സാർ ഞാൻ ഒന്നിച്ചൊരു സിനിമയിൽ അഭിനയിച്ചു. നമുക്ക് ഓർക്കാൻ ഇതൊക്കെയാണുള്ളത്. ആ തലമുറയിൽ നിന്ന് ചേച്ചിയുടെ കൂടെ അഭിനയിച്ചു, ശിവാജി ഗണേശൻ സാറിൻ്റെ കൂടെ അഭിനയിച്ചു എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ ഒരു സത്യത്തിൽ ഒരു വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ സാർ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, അഭിനയത്തെ പറ്റിയും ബിഹേവിയറിനെ പറ്റിയൊക്കെ ഒരുപാട് നമ്മളിത് വാതോരാതെ പറയുമായിരുന്നു ശിവാജി ഗണേശൻ സാർ. പിന്നെ നോക്കത്താ ദൂരത്തിൽ ഒന്നിച്ച് അഭിനയിച്ചു. അത് വളരെ രസകരമായ സംഭവം വെച്ചാൽ തുമ്മൽ ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയാണ് വഴി പോകുന്ന വഴിക്ക് ആരെങ്കിലും തുമ്മിയ തിരിഞ്ഞിരിക്കും ആണ്. അപ്പം ഞാൻ വളരെ ചേച്ചിയേക്കാളൊക്കെ ഒരുപാട് പ്രായമുള്ള അച്ഛനാണ് ഞാൻ. ഈ താടിയും പിടിയൊക്കെ വളർത്തി വളരെ നരച്ച അച്ഛനാണ്. പക്ഷേ ഈ ഇദ്ദേഹം പ്രശ്നം നിൽക്കുമ്പോഴാണ് ഇവർ
അകത്ത് കയറി വരുന്നത്. ഇവരെ കാണുമ്പം ഇങ്ങനെ മുമ്പിൽ വരും. ഒന്നും ഉണ്ടായിട്ടല്ല, ഒരു സൈക്കോളജിക്കൽ ഇതാണ്. അതൊരു നല്ല ഒന്ന് രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് അതിനകത്ത്. പിന്നെ പറഞ്ഞതുപോലെ ഏറ്റവും ജനപ്രിയ സിനിമകളിൽ അഭിനയിച്ചു. പിന്നെ ഈ അരവിന്ദനെ പോലെ അത്യുന്നതമായ സിനിമാ സങ്കല്പമുള്ള, സിനിമാ സൗന്ദര്യ സങ്കല്പമുള്ള അത്തരം സിനിമകളിലും ചേച്ചി അഭിനയിച്ചു. വാസ്തുഹാരയിൽ അഭിനയിച്ചു. അപ്പോൾ പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു പിന്നെ ഇവർ 3 പേരുണ്ടെങ്കിൽ ഇപ്പം ചേച്ചി മാത്രമാണ് നമ്മുടെ കൂട്ടത്തിൽ ഭൗതികമായിട്ട് ഉള്ളത്. നമ്മൾ കൊടുക്കേണ്ടത് പലതും ഈ തലമുറയ്ക്കും ഒന്നും കൊടുത്തിട്ടില്ല എന്നൊരു ശരിക്കുള്ളൊരു തോന്നൽ നമുക്കുണ്ട്. കാരണം അവർ കീഴടക്കിയ സാമ്രാജ്യം, അവർ വ്യാപരിച്ച മേഖലകൾ അത്ര വിശാലമായിരുന്നു. അപ്പോൾ അവിടേക്കൊന്നും നമുക്ക് അതിനുള്ളൊരു അംഗീകാരം, ആദരവ് അതൊക്കെ നമ്മളിപ്പോൾ കൊടുക്കാൻ താമസിച്ചിരിക്കുന്നു. പക്ഷേ ഇത് എന്തായാലും നമ്മൾ ചെയ്യുന്ന ഒരു വലിയ സംഭവത്തിനാണ് ചേച്ചിയെ ഇവിടെ വിളിച്ചു വരുത്തി. ഒരുപക്ഷെ ഇതിൻ്റെ അങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കൊടുക്കേണ്ട ആളുകൾ ഇപ്പോൾ വേണുചേട്ടൻ പറഞ്ഞൊരു വാചകമെങ്കിലും ശ്രദ്ധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെ, ഞാൻ പറഞ്ഞത് നമ്മൾ പുരസ്കാരം കൊടുക്കുക എന്നതല്ല, ആ ഒരു അംഗീകാരം. ഇപ്പോൾ തന്നെ ഞാൻ പറയാം, നമ്മളിപ്പോൾ ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ പെട്ടെന്ന് ഒരു ഏജ് ഗ്രൂപ്പുകാർ ഒരു വലിയ ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. സിനിമയിലൊക്കെ ഇവരൊക്കെ ചെയ്തിട്ടുള്ള നൃത്തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏറ്റവും ഹൈലൈറ്റ്സ് അല്ലേ, ഇന്ത്യൻ സിനിമയുടെ ഹൈലൈറ്റ്സാണ് ഇവർ ചെയ്തിട്ടുള്ള നൃത്തരംഗങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ചേച്ചിയോടൊരിക്കൽ, മൂത്ത ചേച്ചി, ഞാൻ പത്രത്തിൽ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വെറുതെ സംസാരിച്ചിരുന്ന കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, സിനിമയിൽ അഭിനയിക്കണമെന്ന് പിന്നെ തോന്നിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞതിന് ശേഷം? അപ്പോൾ വിവാഹത്തിൻ്റെ തലേന്നും 2 കൂടി ഒരു ഷൂട്ടിംഗ് ഉണ്ട്, അത് കഴിഞ്ഞാണ് വിവാഹത്തിന് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ സിനിമ കാണാറുണ്ട്. അപ്പോൾ ചോദിച്ചു, ഇങ്ങനെ അഭിനയിക്കണം തോന്നുന്നുണ്ടോ? പിന്നെ ഇല്ല, അഭിനയിക്കണം തോന്നിയിട്ടില്ല. പക്ഷേ സിനിമയിൽ ഈ ചില കുട്ടികൾ നൃത്തം ചെയ്യുന്ന കാണുമ്പോൾ ഇത് ഇങ്ങനെയല്ല, ഞാനായിരുന്നു കുറച്ച് ഭംഗിയായിട്ട് ചെയ്യായിരുന്നു എന്ന് തോന്നുമായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിനോടുള്ള ഒരു പക്ഷെ സാഹചര്യങ്ങളൊക്കെ മാറി. എന്നാലും ഇവർ ചെയ്തു വെച്ചത് സോളിഡായിട്ട് തിരുത്താൻ ആർക്കും പറ്റാത്ത തരത്തിൽ, ഇനി ഒരു തലമുറ ഉണ്ടായാൽ പോലും തിരുത്താൻ വയ്യാത്ത തരത്തിൽ അവിടെ നിൽക്കുകയാണ്. ചേച്ചിയുടെ ഒരു പ്രസൻസ് കാണുമ്പോൾ തന്നെ വേണിച്ചേട്ടൻ പറഞ്ഞ പോലെ ഒരുപാട് പേർക്ക് അത്തരം ഒരു നൊസ്റ്റാൾജിയ അല്ലേ, അവരുടെ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകാൻ ഈ പരിപാടി അതിനുതകുമെങ്കിൽ അതൊരു വലിയ കാര്യമാവട്ടെ. അത് തന്നെയല്ലേ വേണിച്ചേട്ടൻ്റെ ഈ വാക്ക് ആരെങ്കിലും കേൾക്കുമെങ്കിൽ, ആ വാക്ക് കേട്ടിട്ട് അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യാനാവുമെങ്കിൽ തീർച്ചയായിട്ടും അല്ലേ നമ്മളായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുക. എന്താണ് ഞങ്ങളുടെ വേണുചേട്ടനെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, മൈ ഫേവറേറ്റ്. കൂടെ അഭിനയിച്ചപ്പോൾ എന്ത് തോന്നി? ഈ വയസ്സനായ അച്ഛനായി നിന്ന് തുമ്മാൻ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും, തമാശ പറയും. പക്ഷേ എത്രയോ കാലത്തിന് ശേഷമാണ് ഞാൻ അഭിനയിച്ചത്. 84-ലല്ലേ ഫാസിൽ പറഞ്ഞതുമാതിരി ഒരു നല്ല റോളിൻ്റെ ചേച്ചി അഭിനയിക്കും ചോദിച്ചു. അപ്പോൾ ആ സമയത്ത് ഞാൻ 6 മാസം ഇന്ത്യയിൽ താമസിച്ചു, ഇല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഷൂട്ടിങ് ചെയ്തത്. എൻ്റെ ആ ക്യാരക്ടർ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ടഫാണ്, എപ്പോഴും ഒരുമാരത്തെ ഒരു മൂഡി ഗ്രാൻഡ് മദർ. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഷീ ഈസ് വെയിറ്റിംഗ്, ആൻറ്റിസിപ്പേറ്റിംഗ്. സ്നേഹം മുഴുക്ക അകത്ത്, പുറത്ത് കാണിക്കാൻ അറിഞ്ഞൂടാ, പുറത്ത് റൂഡായിട്ട് ബിഹേവ് ചെയ്യും.